ഒരു നല്ല മനുഷ്യന്റെ കടമയാണ് സുഹൃത്തുക്കളെ സഹായിക്കുക എന്നുള്ളത്. ഒരു നല്ല സുഹൃത്തെന്ന് പറയുമ്പോൾ അവൻ എപ്പോഴും തന്റെ സുഹൃത്തുക്കളെ സഹായിക്കുന്നവനായിരിക്കും. തന്റെ എല്ലാ സന്തോഷങ്ങളും കൂട്ടുകാരന് വേണ്ടി മാറ്റിവെക്കാൻ അവൻ തയ്യാറാണ്. പത്തലു എപ്പോഴും എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുവല്ലേ. അവന്റെ സന്തോഷം മുഴുവൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കും അവൻ. പത്തലു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. ഇന്ന് തൊട്ട് ഞാനും അവന്റെ നല്ലൊരു കൂട്ടുകാരനായിരിക്കും. ഇന്ന് വരെ ഞാൻ അവനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇന്ന് മുതൽ എന്റെ എല്ലാ സഹായങ്ങളും എന്റെ കൂട്ടുകാരൻ പത്ലുവിന് വേണ്ടി മാത്രമായിരിക്കും. പത്ലു, നീ മാറി നിൽക്ക്. ഇന്നത്തെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കാം. നീ ചെന്ന് വിശ്രമിക്ക്, TV കാണൂ, കിടന്നുറങ്ങൂ. ചെല്ല്. എന്താ കാര്യം? നിനക്ക് എന്താ ആവശ്യം? പെട്ടെന്ന് പറ. എന്താ നീ എന്നെ സഹായിക്കാന്നൊക്കെ പറഞ്ഞിപ്പോ വരുന്നത്? ഒരു നല്ല മനുഷ്യന്റെ കടമയാണ് ഒരു പ്രിയ സുഹൃത്തിനെ സഹായിക്കുക എന്നത്. വെറുതെ നുണ പറയാതെ നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ വേഗം പറ. ഞാൻ നിനക്ക് തന്നേക്കാം. നീ എന്തെങ്കിലും കാര്യം വേണോന്ന് പറഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നോ ഇല്ല എന്റെ തല്ല് മേടിക്കുന്നോ? പറഞ്ഞതല്ലേ ഞാൻ ചെയ്യാവുന്ന. എന്താന്ന് വെച്ചാ ചെയ്യ്. നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നെങ്കിൽ ഞാൻ ഇത് ചെയ്തോട്ടെ. വേണ്ട വേണ്ട. ആദ്യം കഴിക്ക്, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഇനി നിനക്ക് വേണ്ടിയുള്ള ആഹാരങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി തരും. കഴിക്ക് കഴിക്ക്. എന്താ നിർത്തിക്കളഞ്ഞത്? ക്ഷണത്തിന് രുചിയില്ലെങ്കിൽ പറയണം, നമുക്ക് വീണ്ടും ഉണ്ടാക്കാം. ഇവൻ അതുണ്ടാക്കിയ വീണ്ടും തിന്നേണ്ടി വരും. വേണ്ട വേണ്ട, ഒരിക്കലും വേണ്ട. പത്ലു, നിനക്കെന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഇഷ്ടപ്പെട്ടു അല്ലേ? ഇത് കാണുമ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഞാൻ ചെന്ന് മറ്റുള്ള കൂട്ടുകാരെയും സഹായിച്ചിട്ട് വരാം. നീ ഇരുന്ന് കഴിക്ക് കേട്ടോ. ബോസ് ബോസ്, പണപ്പെട്ടി താഴെ വീണു. പുറകെ പോയി എടുത്താലോ? ഉപ്പില്ലാത്ത കഞ്ഞിയില്ല, ചിറകില്ലാത്ത പക്ഷിയുമില്ല. തിരിച്ചു ചെന്നാലുണ്ടല്ലോ ആ ചിങ്കം നമ്മളെ പിടിക്കില്ലേ. പിന്നെ നമുക്ക് മോഷ്ടിച്ചിട്ടെങ്കിൽ ഓടാൻ പറ്റില്ലല്ലോ. കൊള്ളാം ബോസ്, കൊള്ളാം. ഇത് നല്ല കവിതയാ. അതേ സുഹൃത്തെ, നിൽക്കൂ. നിങ്ങളുടെ ബാഗ്. മോട്ടു, അവിടെ തന്നെ നിൽക്ക്. മോട്ടു നിന്നോടാ പറഞ്ഞത്, ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. സാറേ, നിങ്ങൾ ഇവിടെ നിൽക്ക്. ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ബാഗ് കൊടുക്കാൻ വേണ്ടിട്ടാ. യെസ് പ്ലീസ് ഗോ. എന്റെ സുഹൃത്തെ, ഒന്ന് നിൽക്കൂ. ഇതാ നിങ്ങളുടെ ബാഗ്. എനിക്ക് അവിടുന്ന് കിട്ടിയതാ. ഓ താങ്ക് യു സാറേ, താങ്ക് യു. നിങ്ങളൊരു വളരെ നല്ല മനുഷ്യനാണ്. ഇനിയും ഇതുപോലെ പാവപ്പെട്ടവരൊക്കെ സഹായിക്കണം കേട്ടോ. ഓ താങ്ക് യു, താങ്ക് യു. മോട്ടു, താൻ എന്ത് പണിയാണോ ഈ കാണിച്ചത്? എന്റെ സാറേ, നിങ്ങൾ ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. മറ്റുള്ളവരെ സഹായിക്കുക എന്നത് ഒരു നല്ല മനുഷ്യന്റെ കടമയാണ്. ഒരു നല്ല മനുഷ്യൻ എപ്പോഴും മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടേയിരിക്കും. മോട്ടു, അവിടെ നിൽക്ക്. മോട്ടു, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. മോട്ടൂന് ഇങ്ങനെ നല്ല മനുഷ്യനാകാനുള്ള ചിന്ത എവിടുന്നാണോ വന്നത്? ആർക്കറിയാം ഡോക്ടർ ജഡ്ക. ഇവനെ ഈ പ്രാന്തിൽ നിന്നും പിന്തിരിപ്പിച്ചില്ലെങ്കിൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനാകും ഉറപ്പാ. അല്ല എന്റെ വലിയേട്ട, എന്തായി സംഭവിക്കുന്നത്? മോട്ടു, ഞാൻ ഈ പടച്ചട്ടി ഒന്ന് ട്രൈ ചെയ്യുമായിരുന്നു. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആർമിക്ക് നടക്കുവാനും ഓടുവാനും ഒക്കെ കഴിയുമോന്നാ ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അറിയാമോ? മോട്ടു, ആ റിമോട്ട് കൊടുക്ക്. അത് ഡോക്ടർ ജഡ്കന്റെ പണിയാണ്, നിന്റെ അല്ല. എന്റെ അത്തിപ്പോറ അമ്മച്ചിയെ, മോട്ടു ഇതിനെ ഒന്ന് തടയാ. ഇപ്പൊ നിർത്തി തരാം വലിയേട്ടാ. നിർത്ത
മോട്ടു നിർത്ത്. മോട്ടു എന്റെ ചങ്ങ അതൊന്ന് നിർത്ത്. ഇങ്ങനെയൊന്നും ചെയ്യരുത്. എന്റെ ഈ ചെറിയ ശരീരം കൊണ്ട് ഇത്ര വലിയ പണിയൊന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല മോട്ടു. താ ഇങ്ങോട്ട് താ. ഇല്ല, ഞാൻ ഡോക്ടർ ജഡ്ജിയെ സഹായിച്ചേ അടങ്ങും. കണ്ടില്ലേ പത്ലു, എനിക്ക് ഇതും അറിയാം ഇവനെ എങ്ങനെയൊക്കെ പറപ്പിക്കണമെന്ന്. ഇത് ഡോക്ടർ ജഡ്ക കേട്ട ഒരുപാട് സന്തോഷിക്കും. ഞാൻ ചെന്ന് മറ്റുള്ള കൂട്ടുകാരെയും സഹായിച്ചിട്ട് വരാം. ചായക്കട ചേട്ടാ, ഇന്നേ നിങ്ങളെ സമൂസ ഉണ്ടാക്കാൻ ഞാൻ സഹായിക്കാം. എന്തേ ഇന്ന് സമോസ തിന്നാനുള്ള മൂഡ് നിനക്കില്ലേ? അതും കഴിക്കും, പക്ഷെ അതിനു മുൻപ് ഞാൻ നിങ്ങളെ സഹായിക്കും. ഇങ്ങോട്ട് താ, ആ തവി ഇങ്ങോട്ട് താ. ഇങ്ങോട്ട് തായത് ഓ മോട്ടു, നിന്നെ കൊണ്ട് ഞാൻ സമോസ ഉണ്ടാക്കിയില്ല. വാ നോക്ക്. മനസ്സിലാക്കൂ ചേട്ടാ, എന്നെ സഹായിക്കാൻ അനുവദിക്കൂ. മറ്റുള്ളവരെ സഹായിക്കൂ എന്നത് ഒരു നല്ല മനുഷ്യന്റെ കടമയാണ്. നീ അതും നല്ല മനുഷ്യനോ? എന്റെ സമോസ മുഴുവൻ പറ്റടിച്ച് തിന്നു തീർത്ത് ഇപ്പൊ സഹായിക്കാൻ വരുന്നു. മോട്ടു, നിനക്കിന്ന് എന്താ പറ്റിയേ? മോട്ടു, ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഇന്ന് നിന്നെ ജയിലിനകത്ത് ഇട്ടതിന്റെ ബാക്കി കാര്യം. മോട്ടു, സ്റ്റോപ്പ് സ്റ്റോപ്പ്, യു ആർ അണ്ടർ അറസ്റ്റ്. ചിങ്കം സാർ നിക്ക്, ഞാൻ ആദ്യം അയാളെ സഹായിച്ചിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാം. എന്റെ അമ്മോ, ഒരു മനുഷ്യനെ നീ ഇങ്ങനെയാണോ സഹായിക്കുക? എന്റെ അമ്മോ, മമ്മി, ഡാഡി, വേണ്ട വേണ്ട. എന്റെ അമ്മച്ചി, എന്റെ അമ്മോ, മമ്മി, ഡാഡി. അല്ല ചിങ്കം സാറ്, നിങ്ങളുടെ ചീനിച്ചട്ടിയും കൊണ്ടാണല്ലോ പോയത്. ഇനിയിപ്പൊ ഞാൻ എങ്ങനെയാ നിങ്ങളെ സഹായിക്കുക? എന്റെ പൊന്നെ, നിന്റെ സഹായം ഒന്നും വേണ്ട, ഒന്ന് പോയി തന്നാ മതി. ഇന്നാ ഈ സമോസ മുഴുവൻ നീ എടുത്തോ, അത് ഫ്രീ ആയിട്ട്. പൊളിച്ചേ. കണ്ടില്ലേ, ഇതാണ് നല്ല മനുഷ്യന്റെ അടയാളം. എനിക്ക് തോന്നി ഇതിലാ വിഷയമെന്ന്. ഒന്നുകൂടെ സ്റ്റാർട്ടാക്കി നോക്കാം. മോട്ടോന്റെ കാറൊന്ന് കേടായി പോയി, നീ ഒന്ന് തള്ളിത്തരാമോ? പിന്നല്ലാതെ, കൂട്ടുകാരെ സഹായിക്കുക എന്നത് ഒരു നല്ല മനുഷ്യന്റെ കടമയല്ലേ. ഞാൻ ഇപ്പൊ സമൂസകൾ കഴിച്ച് വന്നതേ ഉള്ളൂ. എന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. നിങ്ങൾ ധൈര്യമായിട്ട് കയറി ഇരുന്നോളൂ. ഓ താങ്ക് യു. കമോൺ, ആഞ്ഞു തള്ളങ്ങോട്ട്. എന്താ നീ രാവിലെ ഒന്നും കഴിച്ചില്ലേ? എന്നാ ഇന്ന് പിടിച്ചോ. മോട്ടോ, തിരിച്ചു വന്നിട്ട് ഞാൻ കാണിച്ചു തരാടാ. രക്ഷിക്കണേ അമ്മ. ഇന്ന് മോട്ടൂനെ ഞാൻ വെറുതെ വിടൂല. ഇന്ന് എന്റെ ഭാഗ്യ ദിവസമാണെന്നാ തോന്നുന്നു. എല്ലാ കൂട്ടുകാരും ഒന്നിച്ചല്ലേ വരുന്നത്. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് സഹായിക്കാം. പറയൂ, എന്താണ് ചെയ്യേണ്ടത്? മോട്ടു, എന്റെ ചങ്കെ, എന്റെ ബ്രോ, നീ ഞങ്ങൾക്ക് ഒരേ ഒരു സഹായം ചെയ്താ മതി. ഇനി മേല ഞങ്ങളെ ആരെ നീ സഹായിക്കാൻ വരണ്ട. അല്ലല്ല, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഞാൻ നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങളെ ആര് സഹായിക്കും? പിന്നെ ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട്. നിന്റെ സഹായത്തിനുള്ള സമ്മാനം വേണ്ടേ? സമ്മാനോ? പൊളിച്ചേ. വേഗം തരൂ, വേഗം തരൂ. പിടിച്ചോ. അല്ല, ഇതെന്ത് സമ്മാനമോ? ആരെങ്കിലും രക്ഷിക്കൂ. ചിങ്കം സാറേ, എന്നെ
ഇന്ന് ഞാൻ വിടില്ല മോട്ടു, ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടില്ല. എന്നാ പിടിച്ചോ, എല്ലാരും ചെവി പൊത്തിക്കോളൂ. രക്ഷിക്കണേ! എന്റെ അമ്മോ, ഓടിക്കോ. Watch India's largest kids library only on Jio Hotstar. Download the app now.